ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോയാബീൻ വരട്ടിയ റെസിപ്പി ആയിട്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാനും അടിപൊളിയാണ്, ഉണ്ടാക്കാനാണെങ്കിൽ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 150 ഗ്രാം സോയാബീന് വെള്ളത്തിലൊന്ന് കുതിർത്തച്ചത്, അരമണിക്കൂറായിട്ട് വെള്ളത്തിലൊന്ന് കുതിർത്തച്ചതാണ്. നോർമൽ വാട്ടർ, സാധാ പച്ച വെള്ളത്തിലാണ് ഞാൻ ഒന്ന് സോക്ക് ചെയ്തിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നത്. ഇത് അരമണിക്കൂറിന് ശേഷം നല്ലോണം അതിൽ വെള്ളമൊക്കെ മാറ്റി കഴുകിയിട്ട് ഒന്ന് എടുത്തിട്ട് വരാം. കുതിർത്ത് വെക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് വേവിച്ചിട്ട് എടുത്ത ശേഷം ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. ഞാനിത് മുഴുവനായിട്ടാണ് റെസിപ്പി ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സോയാബീൻ കട്ട് ചെയ്തിട്ട് ഓഫാക്കിയിട്ടും ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് വേവിക്കണം. വേവിക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിന് അതിലേക്ക് കുറച്ച് ഒരു 3/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ഈ സോയാബീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ വെള്ളം വെച്ചത് കുറച്ച് കൂടിപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് മാറ്റിന് കേട്ടോ. ഇതൊന്ന് ബോയിലായി വരുമ്പം തന്നെ നമുക്ക് ഈ സോയാബീൻ ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ. സോയാബീൻ വേഗം വെന്ത് കിട്ടും. അതുകൊണ്ട് തന്നെ ഒന്ന് വെള്ളം ബോയിലായി വരുമ്പോൾ അപ്പാടെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇതേപോലെ ഒന്ന് പതയൊക്കെ വരുമ്പോൾ ഞാൻ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിന് കേട്ടോ. ഇനി നമുക്ക് ഈ സോയാബീനിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം. നിങ്ങളൊരു പാത്രം വെച്ചിട്ട് അതിന് വെളിച്ചെണ്ണ ഒഴിക്കുക, മനസ്സിലാവോ? വെളിച്ചെണ്ണ ചൂടായാല് അത് കടുമ ഇടാനി. ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടെടുക്കുക. പിന്നെ 2 മീഡിയം സൈസ് ഉള്ളി ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചതാണ്. 2 മീഡിയം സൈസ് ഉള്ളി കേട്ടോ. ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 3 അങ്ങനെ എടുക്കുക. ഇത് ഞാൻ ഒരു മീഡിയം സൈസ് ഉള്ളിയാണ്ട് 2 സവാള എടുത്തത്. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വാട്ടി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ സവോള വേഗം വാടിക്കിട്ടും. ഇത് കുറച്ച് സമയം വാടി ഒന്ന് സോഫ്റ്റായിട്ട് ഉള്ളിയെല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു പച്ചമുളക് ചതച്ചതും പിന്നെ അതിലേക്ക് ഇഞ്ചി ചിറ്റുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ചിറ്റുള്ളി പേസ്റ്റ് നല്ലോണം 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് അരച്ചതാട്ടോ അത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 3/4 ടീസ്പൂൺ തന്നെ നമ്മളെ ബീഫ് മസാല ഇല്ലേ, ബീഫ് മസാല ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ആട്ടെ ചേർത്തിന്. പെരിഞ്ജീരകം പൊടിച്ചത് ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ, നല്ല നാടൻ ടേസ്റ്റ് കിട്ടും ഇതിലേക്ക്. ഞാനല്ല ടീസ്പൂൺ കണക്കിനാട്ടോ പറഞ്ഞത്, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാണ്. ഞാൻ എല്ലാത്തിൻ്റെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു കൈപ്പിടി നിറച്ചും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ വെള്ളം ഊറ്റി മാറ്റി വെച്ച സോയ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. ഈ മിക്സിങ്ങിലാണ് ഈ സോയാബീൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. നല്ലോണം മിക്സ് ആക്കിയിട്ട് എല്ലാം കൂടിയിട്ട് സോയ ചങ്ക്സിലേക്ക് പിടിക്കുന്ന രീതിക്ക് നല്ല രീതിക്ക് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇപ്പം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അതിനുശേഷം ഒരു വലിയ തക്കാളി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഈ ടൈം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കാം. ഇതിൽ തക്കാളിൻ്റെ വെള്ളവും സോയാബീൻ്റെ വെള്ളയും എല്ലാം കൂടി വരും, അതുകൊണ്ട് എക്സ്ട്രാ വെള്ളം ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം. അടച്ച് വെക്കുമ്പോൾ തന്നെ ഇതിലുള്ള വെള്ളം പിന്നെ തക്കാളിൻ്റെ വെള്ളം എല്ലാം കൂടിയിട്ട് വരും കേട്ടോ പുറത്തേക്ക്. ഇത് ഇതേപോലെ വരട്ടി കഴിക്കുമ്പോൾ കേട്ടോ രസം. പിന്നെ ഇത് ചപ്പാത്തിൻ്റെ കൂടി അപ്പത്തിൻ്റെ കൂടി എല്ലാത്തിനും കോമ്പിനേഷനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ലോ ഫ്ലെയിമിലൊന്നും വെക്കണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് വാട്ടിച്ചെടുത്താൽ മതി. കാരണം നമ്മൾ സോയാബീൻ ആദ്യം ഒന്ന് വേവിച്ചിട്ട് എടുത്തതല്ലേ, അതുകൊണ്ട് ഇതിന് വലിയ കുക്കിംഗ് ടൈമൊന്നും വേണ്ട. പിന്നെ 1/2 ടീസ്പൂണിന് കുരുമുളക് പൊടി ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ടൈം എരിവ് കുറച്ച് കുറവായിട്ടാണ് കേട്ടോ ഞാൻ കുരുമുളക് പൊടി പിന്നെയും ചേർത്ത് കൊടുത്തിരിക്കുന്നത്.
നമ്മൾ മുളക് പൊടി ഇടുന്നതിനേക്കാളും ഇതിന് കുരുമുളക് പൊടി ഇടുമ്പോൾ നല്ല ബീഫിൻ്റെ എല്ലാം ടേസ്റ്റ് കിട്ടും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടും കുരുമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് വെള്ളം വറ്റിയിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഇത് വറ്റിയ ശേഷം നമ്മൾ പെരുംജീരകത്തിൻ്റെ പൊടി നേരത്തെ 1/2 ടീസ്പൂണല്ല ഇട്ടത്, ഇപ്പോൾ 1/2 ടീസ്പൂണും കൂടി ഇട്ടിട്ട് ഒന്ന് യോജിപ്പിക്കാം. ഈ ടൈം 1/2 ടീസ്പൂൺ ഞാൻ ഇടാൻ മറന്നിട്ടൊന്നുമല്ല, ഈ ടൈമും കൂടി ഇട്ട് കൊടുത്തതിനാൽ ഇതൊന്നും കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. അപ്പോൾ സോയാബീനെല്ലാം ഇതാ അടിപൊളി കുക്കായി കിട്ടി. പെട്ടെന്ന് തീരുന്ന പരിപാടി കേട്ടോ. സോയാബീൻ വെന്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിലത്ര വേവിക്കാനും ടൈമും അങ്ങനെയൊന്നും എടുക്കില്ല. ഇത് വെള്ളം വറ്റിക്കുന്ന ആ ഒരു ടൈമേ എടുക്കുള്ളൂ. എന്നാൽ അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുന്ന തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഇട്ട് മിക്സ് ആക്കിയിട്ട് വെക്കാം. അപ്പം ഇത് സെറ്റായി. എൻ്റെ ചാനൽ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.